കണ്ണാടിയുടെ ഇലക്കത്തിൽ ആദ്യമായി രണ്ട് കാട്ടാന കഥകളാണ്. ഒന്ന് ചക്കി എന്ന് നാട്ടുകാർ ഓമന പേരിട്ട കാട്ടാന. ചക്കി കുറക്കാലം നാട്ടിൽ വിഹരിച്ചു നടന്നു. ചെറിയ കുഴപ്പങ്ങളിലായി. ഇപ്പോൾ കാട്ടിൽ സുഖമായി കഴിയുന്നു എന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. കാട്ടാനകൾക്ക് ഈ വേനൽക്കാലത്ത് കാട്ടിൽ ഭക്ഷണമില്ല, വെള്ളമില്ല. നാട്ടുകാരുടെ കടന്നുകയറ്റം കൊണ്ടുണ്ടാകുന്ന ശല്യം മാത്രം. ദാഹജലത്തിനായി നാട്ടിലിറങ്ങുന്ന കാട്ടാനകളുടെ എല്ലാ അവസ്ഥകളും വനം വകുപ്പിനറിയാം. അക്കൂട്ടത്തിൽപ്പെട്ട പാവം പെണ്ണാണ് പാലോട് പെരിങ്ങമലയിലെത്തിയ ചക്കി. കുറെ കാലം വിശപ്പും ദാഹവും സഹിച്ച് നാടും കാടുമായി കഴിഞ്ഞു. ഒടുവിൽ അവളെ മയക്കുവെടി വെച്ച് തളച്ചു. ഈ ആന ഏകദേശം 1 മാസം മുമ്പാണ് ഇവിടെ കാണപ്പെട്ടത്. അതിനുശേഷം ഇത് ഒരു മുറിവോടുകൂടി, ഇതിൻ്റെ ജനനേന്ദ്രിയത്തിന് ഒരു മുറിവോടുകൂടിയാണ് ഇത് നാട്ടിലേക്ക് ഇറങ്ങിയത്. അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും മറ്റുള്ളവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവരം അറിയിക്കുകയും അതിനനുസരിച്ച് ഇതിനെ മയക്കുവെടി വെച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇതിനെ ഉൾക്കാട്ടിലേക്ക് ശങ്കിലി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയും ചെയ്തു. അന്ന് കൊണ്ടുപോയത് ഞങ്ങളൊരു റോഡ് മാർഗ്ഗം ഒരു 40 കിലോമീറ്റർ ഉള്ളിലാണ്. എന്നാൽ ഇത് വായു മാർഗ്ഗം ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ വരെ ഉള്ളായിരുന്നു. അപ്പോൾ ആ ട്രാക്ക് ഈ ആനയ്ക്ക് നല്ല വശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് തിരിച്ചെത്തിയത്. ഇപ്പോഴതിനെ വീണ്ടും ട്രാങ്കുലൈസ് ചെയ്ത് അതിനെക്കൊണ്ട് ഞങ്ങൾ അച്ചൻകോവിൽ കാനയാർ ഭാഗത്തുള്ള വനപ്രദേശത്തേക്ക് കൊണ്ടുപോയി വിടാനുണ്ട്. ആൾ താമസമില്ലാത്ത വനപ്രദേശത്തേക്ക് കൊണ്ടുവിടാനാണ് ഉദ്ദേശിച്ചത്. ഈ ആന ഇപ്പോഴും വളരെ ഹെൽത്തി ആനയാണ്. അപ്പോൾ നമ്മൾ മയക്കുമ്പോൾ എപ്പോഴും അതിനെ നമുക്ക് എളുപ്പത്തിൽ മയക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമ്മുടെ എന്തോ ഭാഗ്യത്തിൽ അത് രണ്ടാമത്തെ വെടിക്ക് അത് മയങ്ങിയതിന് ശേഷം നമ്മൾ ഇപ്പോഴും അതിനെ വണ്ടി കയറ്റാനും കുങ്കി ആനയുടെ സഹായത്തോടെ വണ്ടി കയറ്റാനും സാധിച്ചു. അതിന് എല്ലാ ഞങ്ങളുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വെറ്റിനറി ഇതുമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം അവരുടെ സഹകരണം വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോകുന്നത് മറ്റൊരു ട്രാക്കിലേക്കാണ്. അവിടെ നിന്നും ഒരിക്കലും ഈ ആനയ്ക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ല. ഏത് ട്രാക്കിലൂടെയാണ് ചക്കിയെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടത് എന്നറിയില്ല. എന്തായാലും ചക്കി മടങ്ങി വരില്ല എന്നാണ് എല്ലാവരും കരുതുന്നത്. നല്ല കാര്യം. ഇതേ കാലവേളയിൽ തന്നെ പത്തനംതിട്ട ആങ്ങാമൊഴിയിൽ ഒരു കാട്ടാനയെത്തി. വരുമ്പോൾ തന്നെ ശരീരം മുഴുവനും വ്രണങ്ങളായിരുന്നു. പത്തനംതിട്ട ഗൂഡ്രിക്കൽ വനമേഖലയിൽ നിന്നും നാട്ടിൽ വന്നെത്തിപ്പെട്ട പാവം പിടിയാനയ്ക്ക് ഒരു ഓമന പേരിടാൻ നാട്ടുകാർക്ക് സമയമില്ലായിരുന്നു. കാരണം ഇടതു പിൻകാലിനും തുടയ്ക്കും പരിക്കുകളേറ്റ് പുഴുവരിക്കുന്ന അവസ്ഥയിലായിരുന്നു. വാല് പകുതി മുറിഞ്ഞ നിലയിലും. കാട്ടിലെ കൊമ്പന്മാരോ നാട്ടിലെ മനുഷ്യരോ ഉത്തരവാദികൾ. 4 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഓടിച്ചിട്ടൊന്നും പോകത്തില്ല. പിന്നെയും വന്ന് അയ്യത്ത് കയറുക. പിന്നെ അല്ലാപ്പോൾ എന്താ പറയുന്നത്, ഫോറസ്റ്റുകാർ വന്ന് കണ്ടേച്ച് പോവുകയുള്ളവർ ഒന്നും മിണ്ടത്തൊന്നുമില്ല. ഇതിപ്പം കടുവ കടിച്ചാന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. കാലെല്ലാം മുറിഞ്ഞിരിക്കുക. പിന്നെ അയ്യത്ത് കയറിയുള്ള വാഴയെല്ലാം എടുക്കുക. അതിൻ്റെ പുറകുവശം മൊത്തം പുഴുത്ത് ഭയങ്കര വ്രണമായിട്ടും കൈയുടെ തുമ്പിക്കയും മുറിഞ്ഞിരിക്കുകയാണ്. അതാണ് അതിൻ്റെ ആനയുടെ അവസ്ഥ. ക്ഷീണിച്ച് ഏത് സമയവും ഇവിടെ ചരിയുന്ന കണ്ടീഷനിൽ നിൽക്കുക. വനം വകുപ്പുകാരെ അറിയിച്ചാൽ വനം വകുപ്പുകാർ വല്ലപ്പോഴും ഇങ്ങോട്ട് ഓടി വരും, വന്ന് നോക്കിയേച്ച് പോകും. പിന്നെ അവർ ഓടിച്ച് അങ്ങ് മല കയറ്റി എന്നാണ് പറയുന്നത്. ആ സാധനം അതുപോലെ വീണ്ടും നമ്മുടെ ഈ പുളികടവ് ഇറങ്ങി നിൽക്കുക. ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഈ ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് നാട്ടുകാരായ ജോയി ആവശ്യപ്പെടുന്നു. എൻ്റെ നിഗമനത്തിൽ ആനയുടെ സന്ധികൾക്ക് ബാധിച്ചിട്ടുള്ളൊരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മുറിവാണുള്ളത്. പുഴുവരിക്കുന്നതാണ്, മാഗട്ട് വൂണ്ടാണ്. ഇത്തരം മാഗട്ട് വൂണ്ടുകൾ ഇൻഫെക്റ്റഡ് ആയതുകൊണ്ട് പലപ്പോഴും സാധാരണ രീതിയിലുള്ള നാച്ചുറൽ ഹീലിങ്ങിന് സാധ്യത വളരെ കുറവാണ് ഈ മാഗട്ട് പോകുന്നുള്ളത്. പക്ഷേ പ്രകൃതിദത്ത തന്നെ ആനകൾ തന്നെ സ്വയം ചില ചികിത്സകളൊക്കെ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ചെളിവാരി പൊത്തിവെക്കുകയൊക്കെ മറ്റും ആനകൾ ചെയ്യുന്നത് ശരിക്കും ഇതിനുള്ളിലുള്ള മാഗറ്റ്സിനെ അതിന് ഓക്സിജൻ നഷ്ടപ്പെടുത്തിയിട്ട് അതിനെ അത് ചത്തുപോകാനിടയാവും. ഇത്തരം ആനകൾക്ക് ചികിത്സ ഇല്ലാതെ ഒരുപക്ഷെ അതിന് ജീവൻ നിലനിർത്താൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. ഈ അവസ്ഥയിൽ ആനയെ ചികിത്സിക്കുക എന്നുള്ളത് ആനയുടെ അടുത്ത് പോയി ചികിത്സിക്കേണ്ടതുണ്ട്. കാട്ടാന ആയതുകൊണ്ടും തീർച്ചയായിട്ടും മയക്കുവെടി ഉൾപ്പെടെയുള്ള മയക്കുവെടി വെച്ച് നിയന്ത്രിച്ച് നിർത്തിയതിന് ശേഷം ആനയ്ക്ക് കാട്ടിനുള്ളിൽ വെച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ട് പിന്നെ അതിനെ റിലീസ് ചെയ്യുന്നൊരു സിസ്റ്റമായിരിക്കും അഭികാമ്യമായിട്ടുള്ളത്. വനം വകുപ്പുകാർ അങ്ങനെ പ്രതീക്ഷിച്ചു. കഷ്ടകാലത്തിന് അതുണ്ടായില്ല. കാട്ടിലേക്ക് കയറ്റി വിട്ട ഉടൻ തന്നെ ആ കാട്ടാന ചരിഞ്ഞു. കാരണം ഫോറസ്റ്റുകാരെ അനാസ്ഥ തന്നെയാണ് അതിൻ്റെ കാരണം. 10-20 ദിവസം മുമ്പ് ഈ ആനയെ കണ്ടതാണ് അസുഖമായിട്ട്. കാരണം ജനവാസ കേന്ദ്രത്തിൽ എത്തിയതാണ്. അന്ന് ജനങ്ങളെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഉൾപ്പെടെ പോയി ഇതിനെ കാണിച്ചു കൊടുത്താണ്. ഇവർ ചികിത്സ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്
ഈ സാധനത്തിന് ഡോക്ടറെ കൊണ്ടുവന്നില്ലയോ, അവർ കൊണ്ടുവന്നാണ് പറയുന്നത്. എന്നിട്ട് ചികിത്സ കൊടുത്ത് വിട്ട് എന്ന് പറഞ്ഞ കൂടാതെ ജനങ്ങൾ കണ്ടവരുണ്ട്, ഇതിനെ ഓടിച്ച് ഉൾക്കാട്ടി കയറ്റി. അത് കാരണമാണ് ഈ ആനയുടെ മരണ കാരണം. ഈ ആന ചരിഞ്ഞിട്ട് പോലും 3 ദിവസം കഴിഞ്ഞാണ് ഇതിൻ്റെ ജഡം പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താനായിട്ടുള്ളത്. അപ്പോൾ ആ മുറിവിന് ഒരു ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഈ ആന ഒരു സംശയവും വേണ്ട, ഇപ്പോൾ ജീവിച്ചിരുന്നേനെയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്യന്തം ക്രൂരമായി പോയി ഈ പാവം മൃഗത്തോട് ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ച നടപടി. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതോടെയാണ് വനപാലകർ വന്നത് തന്നെ. വന്നപ്പോഴും അവർ വെറും കാഴ്ചക്കാരായിരുന്നു. കൂടുതൽ വേദനകൾ അനുഭവിക്കാതെ ആന ചരിഞ്ഞു. ദഹനം ഭംഗിയായി നടന്നു. എത്ര ആനകളെ നാം ഇങ്ങനെ കൊന്നുകഴിഞ്ഞുവെന്ന അഹങ്കാരം മനുഷ്യരിലും തുടരുന്നു.